നമസ്കാരം, ഞാൻ അരുണാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുതിയ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ബില്ല് ജനറേഷൻ വ്യാപാര സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ, പിന്നെ ഓൺലൈൻ സ്റ്റോർ, പിന്നെ ഫേമിൻ്റെ ഉള്ളിൽ കുറച്ച് പുതിയതായിട്ട് ഫേം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അപ്ഡേഷൻ. അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർട്ടി ക്രിയേഷനും അതുപോലെ തന്നെ ഐറ്റം ക്രിയേഷനും ഓൺലൈൻ സ്റ്റോറിന് വേണ്ടിയിട്ട് ഐറ്റത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക, അതിലെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് 4-5 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് വ്യാപാരം ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ട് നമ്മളുടെ ഫേമിൻ്റെ അപ്ഡേഷനാണ്. ഫേം അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഫേം ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ വിൻഡോ വേറെ വിൻഡോ ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫേമിൻ്റെ ബിസിനസ് നെയിമിന് കൊടുക്കണം, പിന്നെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഓക്കെ, ഞാനത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, ഓക്കെ, പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേമിൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോർ ഫീച്ചേഴ്സിലാണ് പോകേണ്ടത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബിസിനസ് ഡീറ്റെയിൽസ്, നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അവിടെ ബിസിനസ് അഡ്രസ് കൊടുക്കുക. നിങ്ങളുടെ GST നമ്പർ കൊടുക്കാനുള്ള പ്രൊസസ്സാണ് അടുത്ത് വരുന്നത്. പിന്നെ അടുത്തത് എവിടെയാണ്, സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് ടൈപ്പ്, റീറ്റെയിൽ ആണോ, ഹോൾസെയിൽ ആണോ, ഡിസ്ട്രിബ്യൂട്ടർ ആണോ, സർവീസ് ആണോ, മാനുഫാക്ചറിങ് ആണോ, അതേഴ്സ് ആണോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ബിസിനസ് കാറ്റഗറി, ഇപ്പോൾ മാനുഫാക്ചറിങ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗാർമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഗാർമെന്റ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഗാർമെന്റ് ആൻഡ് ഫാഷൻ ഹിസ്റ്ററി, അതങ്ങനെ വരും. പിന്നെ അടുത്തത് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ ആൻഡ് IFSC കോഡ്. ഇതിന്റെ വിൻഡോ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, അതിന്റെ പേരിലാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ചെയ്തത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിൻഡോ ഇങ്ങനെ ആയിരുന്നില്ല ഫേമിന്റെ. അപ്പോൾ ഫേം ഇപ്പോൾ സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഫേമിന്റെ പേര് കൊടുക്കൽ, അതിനുശേഷം ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കൽ, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കൽ, അങ്ങനെ ഓരോന്നായിട്ടാണ്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യണം ഫേമിന്റെ. അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടീസാണ്. പുതിയൊരു പാർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല പാർട്ടി ക്രിയേറ്റ് ചെയ്യേണ്ട പുതിയ ആഡ് പാർട്ടിയുടെ വിൻഡോ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ പാർട്ടി നെയിം കൊടുക്കുക. അതുപോലെ തന്നെ പാർട്ടി ഗ്രൂപ്പ്, നമുക്ക് കസ്റ്റമർ ആണ്, നമുക്ക് നേരത്തെ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂ ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വരും ഏത് ഗ്രൂപ്പാണ് വേണ്ടത്. ഇപ്പോൾ കസ്റ്റമർ ആണോ, അതോ സപ്ലയർ ആണോ, B2B കസ്റ്റമർ ആണോ, B2C കസ്റ്റമർ ആണോ, B2C ഡീലർ ആണോ, B2B ഡീലർ ആണോ, അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റമറുടെ ഫോൺ നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതാണ് കസ്റ്റമറുടെ ഫോൺ നമ്പർ എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ കസ്റ്റമർ ബില്ലിംഗ് അഡ്രസ്, അത് ഒന്നുകിൽ നിങ്ങളുടെ സപ്ലയർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ ആവും. നിങ്ങൾ ഈ സാധനം മേടിക്കുന്ന പോകുന്ന ആളാവും, അല്ലെങ്കിൽ നിങ്ങൾ സാധനം മേടിക്കുന്ന ആളാവും. രണ്ടായാലും സെയിം തന്നെയാണ്. ഓക്കെ, അവരുടെ ബില്ലിംഗ് അഡ്രസ്സ്, അവരുടെ ഇമെയിൽ ID, ഓക്കെ, ഷിപ്പിംഗ് അഡ്രസ്സ്, നിങ്ങൾ ഷിപ്പിംഗ് അഡ്രസ്സ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് GST ആണ്. GSTയുടെ അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ, B2C എന്ന് പറഞ്ഞാൽ GST ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ എന്നുള്ള ആ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് കൺസ്യൂമർ ആണ്. അതിൽ രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ, അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇവിടെ ചോദിക്കും, GST നമ്പർ ചോദിക്കും, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കും. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ചോദിക്കുന്നത് കാണാം. ഇവിടെ കേരള കൊടുത്ത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കേരള നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 32 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കേരള എന്ന് വരും. ഇത് അതിലുണ്ടായിരുന്നത് തന്നെയാണ്. ഇത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത്
ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മളിപ്പോൾ ഇവിടെ 1000 രൂപ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകിൽ സപ്ലയർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സാധനം മേടിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ സാധനം മേടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരായിരിക്കാം. രണ്ടായാലും ഇവിടെ തന്നെ കൊടുക്കുന്നത് പാർട്ടിയിലാണ്, ആഡ് പാർട്ടിയിലാണ് കൊടുക്കേണ്ടത്. ഇത് ടു റിസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത്, ടു പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളത്. അത് ഈ കസ്റ്റമറുടെ ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ സപ്ലയർക്കാണെങ്കിൽ നമ്മൾ ടു പേ ആയിരിക്കും എപ്പോഴും, നമ്മളെപ്പോഴും അവരെ നിന്ന് കടം മേടിക്കുന്ന ആൾക്കാരായിരിക്കും സപ്ലയർ. അപ്പോൾ അത് ടു പേ. ടു റിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾക്ക് ആൾക്കാർ തരാനുള്ളത്. ഇത് വെച്ചിട്ട് ഡേറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇതാണ് പാർട്ടിയുടെ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം നോക്കി. ഒന്ന് ഫേമിന്റെ പുതിയ ചേഞ്ചസ്, പുതിയ അപ്ഡേഷൻ, എങ്ങനെയാണ് ഫേം ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്, അത് നമ്മൾ നോക്കി. പിന്നെ അടുത്തത് പാർട്ടിയാണ്. പാർട്ടി അപ്ഡേഷൻ. പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയൊക്കെയാണ്, പക്ഷെ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മീൻസ് എങ്ങനെയാണ് ഇത് പുതിയ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൽ വിൻഡോയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഒന്നുകൂടി പറയാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് ഐറ്റം ക്രിയേഷൻ ആണ്. ഐറ്റത്തിൽ നമുക്ക് അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഐറ്റം നെയിം, HSN കോഡ്, പിന്നെ ഇവിടെ നമ്മൾ HSN കോഡ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പുതിയ ഓപ്ഷൻ അപ്ഡേറ്റിൽ വന്നതാണ്. HSN നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 8402 കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് കാണിക്കും. 8403 ഇങ്ങനെ ഓരോന്നും നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 8403 കൊടുത്തു കഴിഞ്ഞെങ്കിൽ എന്താണെന്ന് 8404 ഏതാണെന്ന് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഐറ്റം കോഡ് ഇവിടെ വെച്ച് നമുക്ക് സ്കാനും ചെയ്യാൻ പറ്റും. നമ്മൾ ഐറ്റം സ്കാൻ ചെയ്യുന്നത് ഐറ്റം കോഡിൻ്റെ അവിടെ വെച്ചിട്ടാണ്, സ്കാനർ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൈസ്, നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രൈസ്, അതിലുള്ള ടൈപ്പ്, ടാക്സ് എക്സ്ക്ലൂഡഡ് ഉണ്ട്, ടാക്സ് ഇൻക്ലൂഡഡ് ഉണ്ട്. ടാക്സ് ഇല്ലാതെ, ടാക്സ് ഉണ്ടായിട്ട്. ഇപ്പം 100 രൂപ ആയിട്ടാണെങ്കിൽ 100 രൂപ ഇവിടെ പ്രൈസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ടാക്സ് എക്സ്ക്ലൂഡഡ് കൊടുത്താൽ 100 പ്ലസ് ടാക്സ് മേടിക്കും, നമ്മളുടെ ബില്ലിൽ വരും. അതല്ല ഇൻക്ലൂഡഡ് കൊടുത്താൽ 100ന്റെ ഉള്ളിൽ ടാക്സ് വരും. അതുപോലെ തന്നെ പർച്ചേസിലും 100 രൂപ കൊടുത്തിട്ട് ടാക്സ് ഇൻക്ലൂഡഡ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ 100ന്റെ ഉള്ളിൽ ടാക്സ് വരും. എക്സ്ക്ലൂഡഡ് കൊടുക്കുകയാണെങ്കിൽ 100 പ്ലസ് ടാക്സ് വരും. പിന്നെ ടാക്സിന്റെ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ GST ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ എക്സെപ്റ്റഡ് കൊടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ നൺ കൊടുക്കാം. ഓക്കെ. അതല്ല GST ഉള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മളിവിടെ GSTയുടെ പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി മെയിനായിട്ട് വരുന്നത് നമ്മൾ മിഡിൽ വെച്ച് സോഫ്റ്റ്വെയറിലേക്ക് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കും. നമ്മളുടെ മാനുവൽ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്താണ് നമ്മൾ മാനുവൽ സ്റ്റോക്ക് എടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്താണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് നമ്മളുടെ സ്റ്റോക്ക് എടുക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ പുതിയൊരു ഫേം ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാര്യമില്ല ഇവിടെ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസിനും പർച്ചേസ് ബില്ല് ഉണ്ടായിരിക്കും. പർച്ചേസ് ബില്ല് മാത്രം കയറ്റിയാൽ മതി, നമുക്ക് എൻട്രി ചെയ്താൽ മതി. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അറ്റ് പ്രൈസ് കൊടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എക്സ് എന്ന പ്രോഡക്റ്റ് 50 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും, 55 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും, 40 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ വരുന്നത് ആവറേജ് ആയിരിക്കുള്ളൂ. എല്ലാ ഐറ്റംസുകളും കൂട്ടിയിട്ട്, എല്ലാ പ്രൈസിന് കിട്ടിയ സാധനങ്ങളും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ എത്ര സ്റ്റോക്ക് നിങ്ങളിൽ ഉണ്ടെന്നായിരിക്കും. അപ്പോൾ അറ്റ് പ്രൈസ് ഇവിടെ ഒരു 50 രൂപ ഒരെണ്ണം മേടിച്ചു, ഒരെണ്ണം 55 രൂപയുടെ, ഒരെണ്ണം 60 രൂപയുടെ, ഒരെണ്ണം 70 രൂപയുടെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് അത് ഡിവൈഡഡ് ബൈ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ അറ്റ് പ്രൈസ് കൊടുക്കുക. അപ്പോൾ അറ്റ് പ്രൈസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷനൊക്കെ ക്ലിയർ ആയി കിട്ടില്ല. നമ്മൾ അറ്റ് പ്രൈസ് കൊടുക്കാതെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഫുൾ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ മിഡിൽ വെച്ച് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. പുതിയ കമ്പനിക്ക് അറ്റ് പ്രൈസ് കൊടുക്കേണ്ട കാര്യമില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ അറ്റ് പ്രൈസ് കൊടുക്കണം. അറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ P&Lന്റെ കാൽക്കുലേഷനും ബാലൻസ് ഷീറ്റിന്റെ അതിലേക്കും കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ മിസ്മാച്ച് ആയി പോകും. അതുപോലെ തന്നെ മിനിമം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഐറ്റം
10 നമ്മൾ പർച്ചേസ് ചെയ്തു, നമുക്ക് 2 ആകുമ്പോൾ നമുക്ക് ലോ സ്റ്റോക്ക് ഡയലോഗ് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് മിനിമം സ്റ്റോക്ക്. പിന്നെ ഐറ്റം ലൊക്കേഷൻ നിങ്ങൾ എവിടെയാണ്, ഇപ്പോൾ ഗോഡൗണിലാണോ അതല്ല നിങ്ങളുടെ ഷോപ്പിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഐറ്റം ലൊക്കേഷൻ. ഓക്കെ, ഇതാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 3 കാര്യം കവർ ചെയ്തു. ഒന്ന് ഫേം അപ്ഡേഷൻ, അത് പുതുതായിട്ട് ചെയ്ത കാര്യങ്ങൾ കുറച്ച് കാണിച്ചു തന്നു. പിന്നെ പാർട്ടി അപ്ഡേഷൻ ക്രിയേഷൻ, അത് അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഫേം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ പാർട്ടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഐറ്റം ക്രിയേഷനിൽ വേറെ അപ്ഡേഷൻ ഒന്നും നടന്നിട്ടില്ല, എങ്കിൽ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചതേ ഉള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് ഓൺലൈൻ സ്റ്റോറാണ്. ഓൺലൈൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അറ്റാച്ച് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഓൺലൈൻ സ്റ്റോറിൽ വരുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമേജ് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺലൈൻ സ്റ്റോറിൽ ആ ഇമേജ് അടക്കമുള്ളത് വരും. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അത് അവിടെ വന്നോളൂ. ഞാൻ കൊടുത്ത സാധനങ്ങൾ അവിടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓൺലൈൻ സ്റ്റോറിലേക്ക് ഒന്ന് പോവാം. ഇതാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് അത് തന്നെ എഡിറ്റ് സ്റ്റോർ കൊടുത്തിട്ട് ബിസിനസ് നെയിം കൊടുക്കാം, അതുപോലെ തന്നെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ. ഇത് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. GST നമ്പറിൻ്റെ GST നമ്പർ കൊടുക്കാം, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, പിന്നെ സ്റ്റേറ്റ് കേരള ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഐറ്റം അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇവിടെ കയറ്റിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ടോട്ടൽ ഐറ്റംസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രം ടിക്ക് ചെയ്യാം, വേണ്ടാത്ത ഐറ്റംസ് അൺടിക്ക് ചെയ്യാം. അപ്പോൾ അത് മാത്രമേ ഓൺലൈൻ സ്റ്റോറിൽ കാണിക്കുള്ളൂ. ഞാനിപ്പോൾ എല്ലാ ഐറ്റംസും ടിക്ക് ചെയ്യാണ്. എന്നിട്ട് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വരും നോക്കാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ഓൺലൈൻ സ്റ്റോറിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്ട്സ് ഇപ്പോൾ നോക്കുമ്പോൾ ഓൾ പ്രോഡക്ട്സ് വരും. ഇപ്പോൾ സർവീസ്, ബ്ലോക്സ്, ലാപ്ടോപ്പ് സർവീസ്, ആട്ട, കോക്കനട്ട് ഓയിൽ, പെൻസിൽ സെറ്റ്, റൈസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. ഇനി പ്രോഡക്ട്സ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. പിന്നെ സർവീസസ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ജനറലിൻ്റെ ഉള്ളിലാണെങ്കിൽ ജനറലിൻ്റെ ഐറ്റംസ് എല്ലാം കാണാം. നമ്മൾ കൊടുത്തനുസരിച്ചാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഓൾ ഐറ്റംസ് കൊടുത്താൽ നമ്മൾ കൊടുത്ത എല്ലാ ഐറ്റംസും ഇതിലേക്ക് വരും, സ്റ്റോറിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഷെയർ സ്റ്റോർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇമെയിലിലേക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ പാർട്ടി സെലക്ട് ചെയ്തിട്ട് അവരെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ നേരത്തെ കൊടുത്തിട്ടുള്ളതിൻ്റെ വരുന്നത് രാജ് എന്റർപ്രൈസസ്, ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ട് നമുക്കിവിടെ ഇമെയിൽ അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്യാപാർ GST ready@gmail.com. ഓക്കെ, എന്നിട്ട് നമുക്ക് ഷെയർ കാറ്റലോഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാറ്റലോഗ് അവരുടെ മെയിലിലേക്ക് പോകും. അവർക്ക് കാറ്റലോഗ് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ കാറ്റലോഗിൽ കൊടുത്ത സാധനം പോയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിൽ ഓപ്പൺ ചെയ്യുന്നത് വ്യാപാർ GST റെഡിയുടെ നമുക്ക് മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, gmail.com. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. യെസ്, ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിമെയിൽ. അപ്പോൾ നമുക്ക് ആ ജിമെയിലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഓൺലൈൻ സ്റ്റോറിൻ്റെ മെയിൽ വന്നിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, അതിലേക്ക് ലിങ്ക് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒരാൾക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് കൊടുത്ത് ഞാൻ എല്ലാ ഐറ്റംസും കയറ്റിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ വരുന്നത് ഞാൻ ഇമേജ് എല്ലാത്തിനും കയറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ഇമേജ് മാത്രമേ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ള ഇമേജ് കൊടുത്ത ഇമേജുകളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇമേജ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വരും. അത് ഇങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഞാനിങ്ങനെ കൊടുത്ത ഇത് വ്യാപാർ GST റെഡിയിലേക്ക് ക്ലിക്ക് ഓൺ ദ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓൾ ഐറ്റംസ്, സെൻഡ് ഐറ്റംസ്, ഇങ്ങനെ ഒരു മെയിലാണ് അവർക്ക് കിട്ടുക.
നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടുക. അപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കാര്യമാണ് അവർക്ക് കിട്ടുക. ഓൺലൈൻ സ്റ്റോറിന്റെ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയി എന്ന് തോന്നുന്നത്. എഡിറ്റ് സ്റ്റോർ കൊടുക്കുക, അപ്ഡേറ്റ് ഐറ്റം അവൈലബിലിറ്റി, ഇത് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്കിവിടെ അൺടിക്ക് ചെയ്യാം. ഓക്കെ, അൺടിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ ഐറ്റംസ് മാത്രമേ വരുള്ളൂ. അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് നെയിം കൊടുക്കാം, ബിസിനസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ബിസിനസ് അഡ്രസ് കൊടുക്കുക, GST നമ്പർ, ഇമെയിൽ ID, കോണ്ടാക്ട് നമ്പർ, സ്റ്റേറ്റ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എഡിറ്റ്, നിങ്ങളുടെ ലോഗോ കൊടുക്കണമെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പുതിയ അപ്ഡേറ്റിൽ വന്ന ഈ രണ്ട് കാര്യം. ഓൺലൈൻ സ്റ്റോർ പുതിയ അപ്ഡേറ്റിൽ വന്നാണ്. കഴിഞ്ഞ 2 ആഴ്ച ആയിരുന്നു തോന്നുന്നു, ഒരു 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ പുതിയ 2 അപ്ഡേറ്റ്സ് വന്നിട്ട്. ഒന്ന് ഓൺലൈൻ സ്റ്റോർ, അടുത്തത് ഇ-വേ ബിൽ ക്രിയേഷൻ ആണ്. ഇ-വേ ബിൽ നമുക്ക് വ്യാപാരിൽ തന്നെ ഇ-വേ ബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ടാക്സ് ആൻഡ് GSTയിൽ പോവാം. 3 കാര്യങ്ങളാണ് അവിടെ എനേബിൾ ചെയ്യേണ്ടത്. 2 ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങൾ എനേബിൾ ആയിക്കോളും. ഒന്ന് എനേബിൾ പ്ലേസ് ഓഫ് സപ്ലൈ, അടുത്തത് എനേബിൾ ഇ-വേ ബിൽ നമ്പർ, ജനറേറ്റ് ഇ-വേ ബിൽ നമ്പർ. ഈ 3 കാര്യങ്ങളും നമ്മൾ എനേബിൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുതിയൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് ഒരു പേര് കൊടുക്കുക, രാജ് എന്റർപ്രൈസസ്. രാജ് എന്റർപ്രൈസസിൽ ഇപ്പോൾ ഇ-വേ ബില്ല് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ഇ-വേ ബിൽ നമ്പർ. ഇവിടെ അത് ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ, സ്റ്റേറ്റ് ഓഫ് സപ്ലൈ കൊടുക്കണം. സ്റ്റേറ്റ് ഓഫ് സപ്ലൈ ഫ്രോം കേരള. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഐറ്റം കൊടുക്കാം. നമുക്കിവിടെ ബ്ലോക്സ് എന്നുള്ള ഐറ്റംസ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ GST കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ പ്രൈസ് 1500 രൂപ GST. ഓക്കെ, ഇതിപ്പോൾ 50,000 മേലുള്ളതിനാണ് ഇ-വേ ബില്ല് നോർമലി വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ജനറേറ്റ് ഇ-വേ ബിൽ നമ്പർ കൊടുക്കുക, ഇ-വേ ബിൽ കൊടുക്കുക. അപ്പോൾ ജനറേറ്റ് ഇ-വേ ബിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ-വേ ബിൽ GSP ലോഗിൻ ചോദിക്കും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. GST നമ്പർ കൊടുക്കുക, നിങ്ങളുടെ GSP യൂസർ നെയിം, പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണത് ഇ-വേ ബില്ലിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ളതായ വീഡിയോ ആണത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് വാച്ച് ദിസ് വീഡിയോ ടു നോ ഹൗ ടു ആക്ടിവേറ്റ് യുവർ GSP യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫ്രം ഇ-വേ ബിൽ പോർട്ടൽ. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോയിലുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത് GSP യൂസർ നെയിം പാസ്വേഡും എനേബിൾ ചെയ്യേണ്ടതെന്നുള്ളത് GSP പോർട്ടലിൻ്റെ ഉള്ളിൽ, ഇ-വേ ബിൽ പോർട്ടലിനുള്ളിൽ പോയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഒന്ന് ചെയ്തെന്ന് തോന്നി. ഇത്ര കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതുതായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അത് ഫസ്റ്റ് തുടങ്ങി ഞാൻ പറയാം. ഫേബിൽ കുറച്ച് ചേഞ്ചസ്, പ്ലാറ്റ്ഫോം അല്ല, എന്താ പറയുക, അതിൻ്റെ അപ്പിയറൻസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട്. ഫേം അപ്ഡേഷൻ, പിന്നെ പാർട്ടി അപ്ഡേഷൻ സെക്കൻഡ് വൺ, പിന്നെ ഐറ്റം ക്രിയേഷൻ. അതുപോലെ തന്നെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ വരും. അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ചെയ്യുന്നതിന് നല്ലത് ഐറ്റം ക്രിയേഷൻ ചെയ്താൽ അത് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. പിന്നെ ഓൺലൈൻ സ്റ്റോറാണ് അടുത്തത്. ഓൺലൈൻ സ്റ്റോർ ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ ഉള്ളിൽ ഓൺലൈൻ സ്റ്റോറിൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ എഡിറ്റ് സ്റ്റോർ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് നിങ്ങളുടെ ഐറ്റംസ് അല്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. സെയിം ടൈം അപ്ഡേറ്റ് ഐറ്റം അവൈലബിലിറ്റി എന്തൊക്കെ വേണം നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിൽ വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് മാത്രമേ വരുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക്. നിങ്ങൾ ഇത് എന്താ പറയുക, ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓൺലൈനിലാവണം. മീൻസ് നിങ്ങൾ ജിമെയിലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ വ്യാപാരിൽ. പിന്നെ അടുത്തത് കാണിച്ചു തന്നത് ഇ-വേ ബില്ലാണ്. ഇ-വേ ബിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കാണിച്ചത്. സെറ്റിംഗ്സിൽ പോയി ഞാൻ ആദ്യം തന്നെ, അതിനുശേഷം ടാക്സ് ആൻഡ് GSTയിൽ പോയി ഇ-വേ ബിൽ, എനേബിൾ പ്ലേസ് ഓഫ് സപ്ലൈ, എനേബിൾ ഇ-വേ ബിൽ നമ്പർ, ജനറേറ്റ് ഇ-വേ ബിൽ നമ്പർ, ഈ 3 ഓപ്ഷൻ ഓൺ ചെയ്തിട്ടു.
അതിനുശേഷം നമ്മൾ എന്താ പറയുക, സെയിൽസിൽ പോയി സെയിൽസ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്തു, ആഡ് സെയിൽസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു പാർട്ടി സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് ഓഫ് സപ്ലൈ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾക്ക് ഇവേബിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഓഫ് സപ്ലൈ നമ്മൾ എന്തായാലും കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഐറ്റത്തിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും GSTയുടെ ടാക്സ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. ഇപ്പം നൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവേബിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പറ്റില്ല. ഇൻവോയ്സ് ഷുഡ് ഹാവ് സം ടാക്സബിൾ വാല്യൂ ടു ജനറേറ്റ് ഇവേ ബിൽ നമ്പർ, അത് പറയും. അതുപോലെ തന്നെ ഈ പ്ലേസ് ഓഫ് സപ്ലൈ ഇല്ലാതെയും നമുക്ക് ഇവേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എനിക്ക്. നമ്മളിവിടെ നോക്കാം. നമുക്ക് ജനറേറ്റ് ഇവേ ബിൽ നമ്പർ ഇല്ല. ഇൻവോയ്സ് ഷുഡ് ഹാവ് സം ടാക്സബിൾ വാല്യൂ ടു ജനറേറ്റ് ഇവേ ബിൽ. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈയും നമ്മൾ കൊടുക്കണം. ഇത് പ്ലേസ് സപ്ലൈയും കൊടുക്കണം, ടാക്സബിൾ വാല്യൂ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവേ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ടത്. ഒരു അഞ്ച് ചെറിയ ചെറിയ പോയിന്റ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സുകളാണത്. അപ്പോൾ അത് ചില ആൾക്കാർ ചോദിച്ചു, എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് ഫേം ചെയ്തിരിക്കുന്നത് മാതിരിയല്ലല്ലോ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഫേമിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ടിയിലെ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പിയറൻസിലുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഐറ്റത്തിലുള്ള ക്രിയേഷൻ, അത് ഓൺലൈൻ സ്റ്റോറിന് വേണ്ടി ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമേജ്, ആ പ്രോഡക്ട്സിന്റെ ഇമേജ് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഓൺലൈൻ സ്റ്റോറിലേക്ക് റിഫ്ലക്ട് ചെയ്യുള്ളൂ. പിന്നെ ഓൺലൈൻ സ്റ്റോർ കാണിക്കുന്നു ഇവേ ബിൽ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അത് ഇവേ ബില്ല് എങ്ങനെ അത് സൈറ്റിലേക്ക് പോകണം, അത് യൂട്യൂബ് വീഡിയോ കൂടി ഞാൻ അതിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം, റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര നമ്മൾ ഉള്ളൂ ഇന്ന്. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ കോൺടാക്ട് നമ്പർ 8078180291. പിന്നെ എൻ്റെ ഇമെയിൽ ID vyapargstready@gmail.com. എൻ്റെ വാട്സാപ്പ് നമ്പർ 8129175609. എനിക്ക് വാട്സാപ്പ് ചെയ്യുക. ഞാൻ വൈകിട്ട് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഞാൻ ബിസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാൻ ശ്രമിക്കാറുണ്ട് പരമാവധി. പിന്നെ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്, എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സമയം നോക്കേണ്ട കാര്യമില്ല, വോയിസ് മെസ്സേജ് അയക്കാൻ വേണ്ടി ഈ സമയത്ത് അയക്കാം. അപ്പോൾ താങ്ക്സ് വൺസ് അഗെയിൻ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.